അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركة وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ചും ലോകത്തെ സത്യവിശ്വാസി സമൂഹം ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് മുഖം തിരിച്ച് അള്ളാഹുവിൻ്റെ കാലാതീതമായ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ നിന്ന്, അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭൂമി ലക്ഷ്യം വച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. യാത്രകൾ എന്ന് പറയുന്നത് തന്നെയും മനുഷ്യനെ നിരന്തരം നവീകരിക്കുന്ന ഒന്നാണ്. സംസ്കാരം, അതുപോലെ തന്നെ ഔചിത്യബോധം, വൈജ്ഞാനികമായിട്ടുള്ള പല തരത്തിലുള്ള പ്രയോജനങ്ങൾ, ഇങ്ങനെയെല്ലാം ഒരാൾക്ക് ലഭ്യമാകുന്നതിൽ പ്രധാനമാണ് അയാളുടെ യാത്രകൾ. അതുകൊണ്ടാണ് ഖുർആൻ പലപ്പോഴും യാത്രകളെക്കുറിച്ചും ഇതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും യാത്ര ചെയ്യാനും തുനിയണം എന്ന് അല്ലാഹു പറയാൻ കാരണം, ഓരോ ആരാധനയിലും തന്നെ അത്തരമൊരു സഞ്ചാരത്തിൻ്റെയും ചലനത്തിൻ്റെയും ഒരു മനോഹരമായ രീതി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ആരാധനകളിലും അല്ലാഹു ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. നമ്മൾ ചലിക്കുകയാണ്, പ്രപഞ്ചം ചലിക്കുന്ന പോലെ തന്നെ നമ്മൾ ചലിക്കുകയാണ്. നമസ്കരിക്കുമ്പോഴും ഒരാൾ ചലിക്കുകയാണ്, ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു തരത്തിലേക്കുള്ള ചലനമാണ്, സുജൂദിലേക്ക് പോകലാണ്. അള്ളാഹുവിന് മുമ്പിൽ സകലതും സമർപ്പിക്കാനുള്ള ഒരു വലിയ തത്രപ്പാട് പോലെയാണ് അയാളുടെ സാഷ്ടാംഗ പ്രണാമം ഉണ്ടാകുന്നത്. അതും ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തോടനുബന്ധമായി നിൽക്കുന്ന ചലനവും കൂടിയാണ്. അതായത് സൂര്യൻ ഉദിച്ചു മുതൽ അതിൻ്റെ അവസാനം, അതിൻ്റെ ഒരു പകൽ അവസാനിച്ചു വരുന്നത് വരെയുള്ള സമയത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീൻ നമസ്കരിക്കാനുള്ള ഒരു സമയത്തെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഉദിക്കുന്ന സൂര്യന് മുമ്പേ നമ്മൾ എഴുന്നേൽക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു സൂര്യോദയം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമസ്കരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്നൊരു ചിന്ത പോലും ഈ ഉദയസൂര്യൻ അല്ലെങ്കിൽ ഈ പകൽ ജനിച്ചു വീഴുന്നത് പോലെ ഞാനും ഒരിക്കൽ ജനിച്ചു വീണയാളാണ് എന്ന തോന്നലാകണം. ഉദിച്ചുയരുന്ന സൂര്യൻ്റെയും സ്വഭാവത്തിനനുസൃതമായി അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്.
അതൊരു ഉഷസ്, പിന്നെ അത് വീണ്ടും വീണ്ടും വിടർന്ന് പിന്നെയും പിന്നെയും അതിൻ്റെ താപത്തിൻ്റെ ശക്തി കൂട്ടി അത് മധ്യാഹ്നത്തിലേക്ക് എത്തുന്നവരെയുള്ള വളരെ ഊർജ്ജസ്വലമായിട്ടൊരു കാലമുണ്ട്. മനുഷ്യജീവിതത്തിനും അങ്ങനെ ഊർജ്ജസ്വലമായൊരു കാലമുണ്ട്. അവൻ്റെ ശൈശവ ബാല്യങ്ങൾ കഴിഞ്ഞുപോയി കൗമാര യൗവനങ്ങളിലേക്ക് പോകുന്നതോടുകൂടെ ഉണ്ടാകുന്ന ഒരു കാലം, എല്ലാം കഴിഞ്ഞ ഒരു മധ്യാഹ്നം, അവൻ്റെയും ഒരു മധ്യവയസ്കത. അവിടെ എത്തി നിൽക്കുമ്പോൾ സൂര്യൻ ആ മധ്യാഹ്നത്തിൽ നിന്ന് ചാഞ്ഞു തുടങ്ങുന്ന സമയത്തിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ളുഹർ നമസ്കാരവും പിന്നെ എല്ലാം ശോഷിച്ച് പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാത്തരം ഊർജ്ജസ്വലതയും ഒരു പിന്നെ പിഴിഞ്ഞെടുക്കപ്പെടുന്ന ഒരു സത്ത, ഒരു ഫലം പിഴിഞ്ഞെടുക്കുന്നത് പോലെ പിഴിഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമയത്ത്, അതാണല്ലോ ശരിക്കും അസ്ർ, ഒരു പിഴിക്കലാണ്. അങ്ങനെ പിഴിഞ്ഞെടുക്കപ്പെടുന്ന നേരമാണ്. സൂര്യൻ്റെ ഈ ഊർജ്ജസ്വലതയുടെ പകലിനെ പ്രപഞ്ചം തന്നെ പിഴിഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു സമയം എന്ന പോലെയാണ് മനുഷ്യജീവിതത്തിൻ്റെ ഊർജ്ജസ്വലതയുടെയും അവൻ്റെ ശാരീരികമായിട്ടുള്ള അവൻ്റെ വികാസത്തിൻ്റെയും ഒരു കാലം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു പിഴിഞ്ഞെടുക്കലാണ്. അപ്പോൾ ആ സമയം നോക്കി ഒരാൾ അസ്ർ നമസ്കരിക്കാൻ, മഗ്രിബ് നമസ്കാരത്തിലെത്തുമ്പോൾ അതേപോലെ തന്നെയാണ്. സൂര്യൻ്റെ അസ്തമാനം, മനുഷ്യജീവിതത്തിൻ്റെ അസ്തമാനം. അപ്പോഴും അയാൾ മഗ്രിബ് നമസ്കരിക്കുമ്പോഴും അയാളുടെ ചിന്തയിൽ അങ്ങനെ ഉണ്ടാവും. ഇശാ നമസ്കരിക്കുമ്പോൾ അയാളുടെ ചിന്തയിലുണ്ടാകേണ്ടത് സൂര്യൻ്റെ അസ്തമാനാനന്തരം ഒരു സന്ധ്യയുടെ ചുവപ്പുണ്ടായിരുന്നിടത്ത് ആ ചക്രവാളം ആ ചുവപ്പിനെ പോലും വിസ്മൃതമാക്കി തന്ന് അവിടെ ഇരുട്ട് ഘനീഭവിച്ച് വരികയാണ് എന്നൊരു കൃത്യമായ ബോധ്യത്തിൽ നിന്ന് മരണം കഴിഞ്ഞ് ഖബറിലേക്കെത്തി പിന്നെ ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ബന്ധുജനങ്ങൾ പോലും മാറി മാറി വന്ന് കണ്ണീരും ദുഃഖവും എല്ലാം അടങ്ങിപ്പോയി അങ്ങനെ ഒരാൾ ഇനി ഇവിടെ ജീവിച്ചിരുന്നുവോ എന്ന് പോലും ശങ്കിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്ന പോലെ ആ ചക്രവാളം സൂര്യജീവിതത്തെ എത്രമേൽ കൃത്യമായി മറച്ചു കളഞ്ഞുവോ അതുപോലെ മറച്ചു കളയപ്പെടുന്ന ഒരു ദിവസം എനിക്കുമുണ്ടാകും എന്ന ബോധ്യത്തിൽ നിന്ന് ഇശാവും നമസ്കരിക്കണം. അപ്പോൾ ഈ ചലനങ്ങളോടനുബന്ധമായിട്ടാണെല്ലാം. അത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യചന്ദ്രാദികളും ചലിക്കുന്നു, ഗോളങ്ങളും ചലിക്കുന്നു, ഈ പ്രപഞ്ചമാകെയും ചലിക്കുന്നു. നിശ്ചലമെന്ന് തോന്നുന്ന ഭാഗത്ത് പോലും ചലനം നിലനിൽക്കുന്നു. ഒരാറ്റം നിങ്ങളുടെ കാഴ്ചയിൽ അത് നിശ്ചലമായിരിക്കുമ്പോഴും അതിൻ്റെ ആന്തരിക ഭാവം ചലനാത്മകമാണ്. അത് ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുന്നു. അതിൻ്റെ ആന്തരിക ഭാവം ചലനാത്മകമാണ്. ഒരു വിശ്വാസി ഇരിക്കുമ്പോഴും അയാളുടെ ആന്തരികമായ ഭാവം ചലനാത്മകമാകുന്നു എന്നതുകൊണ്ടാണ് അവൻ്റെ നമസ്കാരത്തിൻ്റെ ചലനങ്ങൾ, അവൻ്റെ നൈരന്തര്യം, അവൻ്റെ ജീവിത നൈരന്തര്യം അത് മുഴുക്കെ അത്തരം ചലനങ്ങൾ. അവൻ അതുപോലെ നവീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യാത്ര എന്ന് പറയുന്നത് കൊണ്ടല്ലേ, ലോകത്തെല്ലാം യാത്രയിലൂടെ അല്ലെങ്കിൽ സഞ്ചാരത്തിലൂടെയാണ് അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത്. ഒരമ്പ് അത് കുലച്ച് അത് പുറത്തേക്ക് ഇങ്ങനെ എയ്യുമ്പോഴാണ് അമ്പിൻ്റെ ശക്തി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് അതിൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുമ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സിംഹം അതിൻ്റെ ഗുഹാമുഖത്തു നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് ആ സിംഹത്തിനെ ഇരപിടിക്കാൻ അതിൻ്റെ ശക്തിവിശേഷത്തിൻ്റെ ഭാവം അതെല്ലാം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ യാത്ര ചെയ്യണം. യാത്ര നിങ്ങളെ നവീകരിക്കും. യാത്ര നിങ്ങളെ കൂടുതൽ കൂടുതൽ പരിഷ്കരിക്കും. യാത്ര നിങ്ങളെ കൂടുതൽ കൂടുതൽ ഔചിത്യബോധമുള്ളവനാക്കും. യാത്ര കൂടുതൽ കൂടുതൽ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടേറെ പ്രയോജനങ്ങൾ ഉണ്ടാക്കിത്തരും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്കുണ്ടായിത്തീരാവുന്ന അത്തരം കാര്യങ്ങൾ, ഈ ഔചിത്യവും ഈ നന്മയും എല്ലാം ഉണ്ടാകും എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാനാവും. ഞാനിത് പറയാൻ കാരണം അതുപോലെ ഒരു യാത്രക്കൊരുങ്ങാണ്. ഓരോ വിശ്വാസിയും ഹജ്ജിന് പോകുമ്പോൾ അയാൾ ഒരു യാത്രക്കാരനാവുകയാണ്. അതും ഒരു നവീകരണമാണ്. അവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരന്തരമായി നവീകരിക്കുകയും അവൻ ഏതോ ഒരു ഗ്രാമത്തിലെയോ അല്ലെങ്കിൽ ഒരു നഗരത്തിലെയോ തൻ്റെ ചുറ്റുവട്ടത്തെ അറിവിൻ്റെ ഉള്ളിൽ മാത്രം നിന്നിരുന്നൊരവസ്ഥയിൽ നിന്ന് വിശാലമായി ലോകത്തിൻ്റെ വിവിധ കാഴ്ചകളുടെ, വിവിധ വർണ്ണങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ജീവിത രീതികളുടെ ഇടയിലൂടെ നടന്നു ചെന്ന് ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന മനുഷ്യന്മാരുടെ കൂടെ
അവൻ്റെ വിയർപ്പിൻ്റെയും അവൻ്റെ ജീവിത വഴികളുടെയും ഒക്കെ ഒപ്പം നിന്ന് അതിൻ്റെ സ്പന്ദനങ്ങൾക്കിടയിൽ ഒരു തുള്ളിയായി നിൽക്കുന്ന അത്ഭുതകരമായൊരു മാനവികതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഹജ്ജ്. അതാണ് ഹജ്ജ്. ഒരു സാർവഭൗമൻ എന്നൊക്കെ പറയുന്ന ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ, ഒരു വിശ്വപൗരനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു തരാൻ. നീ നിൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്നവനാണ്. നീ നിൻ്റെ ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കേവലം അതിൻ്റെ ജ്ഞാനമേഖലകളെ മാത്രം അറിഞ്ഞവനാണ്. പക്ഷെ നീ യാത്ര ചെയ്യുമ്പോൾ, നീ ഹജ്ജ് ചെയ്യുമ്പോൾ വിശ്വപൗരൻ എന്ന അർത്ഥത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പണി അവിടെ നടക്കുകയാണ്. കാരണം അതൊരു വിശ്വസഞ്ചാരിയാണ് വിളിച്ചത്. ലോകം കണ്ട ഒരു വിശ്വസഞ്ചാരിയുടെ വിളിയാളമാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇത് വിളിച്ചയാൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വലിയ സഞ്ചാരിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ഊർ പട്ടണത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതായത് ഇറാഖിലെ ഊർ. അത് ഒരു ചെറിയ ഗ്രാമം എന്നേ പറയാം, പട്ടണം എന്ന് പറയാൻ പാടില്ല, ഒരു ഗ്രാമം. പക്ഷേ ആ ഗ്രാമത്തിൽ നിന്ന് എത്ര കിലോമീറ്ററുകൾ താണ്ടിയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ കഅബത്തു ഷരീഫയുടെ മുമ്പിലെത്തുന്നത്. അതുപോലെ പിന്നെയും നീണ്ട യാത്രയാണ് പലസ്തീനിലേക്ക്. പിന്നെ ആ പലസ്തീനിലാണ് അദ്ദേഹം അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നത് മാത്രമല്ല, പലസ്തീനിലും ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പുനർനിർമ്മാണ പ്രക്രിയ നടത്തിയതും സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ യാത്രയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോടും അള്ളാഹു ആവശ്യപ്പെട്ടു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിലേക്ക് ആളുകളെ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ യഅ്തൂക റിജാലൻ, ആളുകൾ കാൽനടയായി വരും. വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അമീഖ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റേത് ഏതോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആഴമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മനുഷ്യർ വാഹനം കയറിയും നിൻ്റെ അടുക്കലേക്കെത്തും എന്നാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത്. തൂക്കുന്നാണ്, നിൻ്റെ അടുക്കലേക്ക് വരും. ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഓർമ്മകളിലേക്കുള്ള സഞ്ചാരവും കൂടിയാണ് ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഓർമ്മകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജീവിതത്തിൻ്റെ കാലത്തിൻ്റെ ഓർമ്മകളിലേക്കാണ് അയാൾ സഞ്ചരിക്കുന്നത്. ഹജ്ജ് ഒരു സഞ്ചാരമാണെന്ന് മാത്രമല്ല, അതൊരു നവീകരണമാണെന്ന് പറയാനും കാരണം അതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ അല്ലാഹുവേ ഞാനിതാ സമർപ്പിക്കാൻ, നിൻ്റെ കൽപ്പനയ്ക്ക് ഞാൻ 2 വട്ടം ഉത്തരം നൽകാൻ. ഒരു വട്ടമല്ല ഉത്തരം നൽകുന്നത്, 2 വട്ടമാണ്. സാധാരണ ഒരു പോലീസ് ഓഫീസർ, ഉന്നത പോലീസ് ഓഫീസർ തൻ്റെ താഴെയുള്ള പോലീസ് ഓഫീസറോട് ഒരു കൽപ്പന നടത്തുമ്പോൾ ആ താഴെ നിൽക്കുന്ന ഓഫീസറുടെ സ്വഭാവമുണ്ട്, യെസ് 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 സർ എന്ന് പറയാറുണ്ട്. ഒരർത്ഥത്തിൽ അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ ഈ അടിമ പടച്ച തമ്പുരാനോട് പറയാണ്, ലബ്ബൈക്ക്, ഞാൻ എല്ലാം ഇതാ നിൻ്റെ മുമ്പിൽ എല്ലാ ഉത്തരവും നൽകി, നിൻ്റെ എല്ലാ ആജ്ഞക്കും വിധേയമായി നിനക്കായി സമർപ്പിക്കാൻ, നിൻ്റെ പരിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ, മക്കയിലേക്ക് വരാൻ. മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത, അതിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ട പേര്, അള്ളാഹു അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത് അതൊരു അമ്നുള്ള പ്രദേശമാണെന്നാണ്, നിർഭയത്വമുള്ള പ്രദേശമാണ്. അള്ളാഹു പറയുന്നു അതിന് അമ്നുണ്ട് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ഗേഹം, അള്ളാഹുവിനെ ആരാധിക്കാൻ, പടച്ച തമ്പുരാനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഭൂമിയിലെ ആദ്യത്തെ ഗേഹം ലല്ലദീ ബിബക്കത മുബാറക, ബക്ക എന്നാണ് മക്കയെ വിളിച്ചത്. എല്ലാത്തരം എല്ലാത്തരം സമ്പത്തും എല്ലാത്തരം അഹങ്കാരവും എല്ലാം കൂടി ഒരുമിച്ച് അടിഞ്ഞു പോകുന്ന ഇടം എന്നാണ് മക്കക്ക് നൽകാവുന്ന അർത്ഥം. അതായത് മക്കയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ശിരസ് കുനിക്കുന്നു. പരിശുദ്ധ കഅബത്തു ഷരീഫയുടെ മുമ്പിൽ വലിയ ഭരണാധികാരിയും സമ്പന്നനും എല്ലാം ഒരുപോലെയാകുന്നു. എല്ലാത്തരം വലിപ്പങ്ങളെയും ചെറുതാക്കി കളയുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് ബക്ക എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചത്. അതാണ് ബക്ക. ആ ബക്കയിലെ ആ പരിശുദ്ധ കഅബ എന്നാണ് പടച്ച റബ്ബ് പറഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി
ലല്ലദീ ബിബക്കത്ത മുബാറക ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. ചരിത്രം എന്ന് പറയുന്നതിനെ പോലും ഇങ്ങനെ ഉൾപ്പുളകത്തോടെ നോക്കാൻ പറ്റിയ മറ്റേതു പ്രദേശമാണ് ലോകത്തുള്ളത്? മഹാന്മാരായ പ്രവാചകന്മാർ നടന്നു പോകുന്ന ഭൂമിക. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും അതുപോലെ തന്നെ തൻ്റെ പ്രിയതമയെയും അവിടെ താമസിപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആർക്കുന്നുണ്ടല്ലോ, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ കുഞ്ഞ് എന്ന് മാത്രം പറയല്ല, എൻ്റെ കുടുംബത്തെ ഞാനിവിടെ ഏൽപ്പിച്ച് ഞാനിവിടെ താമസിപ്പിക്കാൻ പോകാൻ. ബിവാദിൻ ഗൈരി ദീ സർഇൻ, ഒരു ജീവൻ പോലും മുളക്കാത്ത മരുഭൂമി എന്നാണ്. ബിവാദിൻ, ഒരു താഴ്വാരം. ബിഗൈരി ദീ സർഇൻ, ഒരു കൃഷി പോലും ഇല്ലാത്ത, ഒരു പച്ച ഇല പോലും മുളക്കാത്ത, ഒരു തണൽ മരം പോലും ഇല്ലാത്ത അങ്ങനത്തെ ഒരു മരുക്കാട്. ആ മരുക്കാട്ടിൽ ഞാൻ ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിൻ്റെ പരിശുദ്ധ ഭൂമിയുടെ, നിൻ്റെ വിശുദ്ധ ഗേഹത്തിൻ്റെ സമീപത്തായി ഞാൻ എൻ്റെ മോനെ അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചു പോകാൻ. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത എന്നാണ്. ഇവിടെ ആളുകൾ നമസ്കാരം നിലനിർത്താനാണ്. ഞാനിവിടെ ഒരു സംസ്കാരം പണിയാൻ പോവുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകനെ, ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്ന ഇതാണ്, ലിയുഖീമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്താൻ വേണ്ടി, സംസ്കാരത്തിൻ്റെ ഉറവ പൊട്ടാനാണ്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആറുന്നത് അതാണ്, റബ്ബന ബഅസ് ലഹും റസൂലൻ, പടച്ചവനെ ഇവർക്കൊരു പ്രവാചകനെ നൽകണം. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? നിരന്തരമായ സംസ്കരണം നടത്തുന്ന ഒരു പ്രവാചകനാണ്. നബിയെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞതും അതാണ്, യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ എന്നാണ്. ഒരു വിശ്വാസിയുടെ മുദ്ര സംസ്കാരമാണ്. മലിനപ്പെട്ട ഹൃദയമല്ല, വിമലീകരിക്കപ്പെട്ട ഹൃദയമാണ്. വിശ്വാസി അവിശ്വാസി അതിൻ്റെ നിർവചനം പോലും അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. മലിനപ്പെട്ട ഹൃദയമെന്നോ സങ്കുചിതമായ ഹൃദയമെന്നോ വിശ്വാസിയെക്കുറിച്ചല്ല പറയേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വിശ്വാസിയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി എന്നാണ്. അള്ളാഹു ഒരാൾക്ക് വെളിച്ചം ഇസ്ലാമികമായി കൊടുത്താൽ അയാളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിരന്തരമായ പ്രകാശത്തിൻ്റെ ഒരു വലിയ ഒരു ഉറവ ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. എന്താണ് നമ്മുടെ ചില ആളുകൾക്കൊക്കെ സംഭവിച്ചു പോകുന്നതെന്ന് അറിയില്ല. വിശ്വാസിയെയും മറ്റുള്ളവരെയും താരതമ്യം ചെയ്യുമ്പോൾ വിശ്വാസികൾ, മുസ്ലിങ്ങൾ മലിനപ്പെട്ട ഹൃദയമുള്ളവരാണെന്ന് പറയാൻ തോന്നുന്നത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഏത് ബോധ്യത്തിൽ നിന്നാണ്, ഏത് ബോധത്തിൽ നിന്നാണ്, ഏത് കിതാബിൽ നിന്നാണ്, ഏത് ഇസ്ലാമിക പാഠത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാവുന്നില്ല. വിശ്വാസിയുടെ ഹൃദയം വിമലീകൃതമാക്കണം എന്നാണ്. അങ്ങനെ വിമലീകൃതമാക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് എല്ലാം. നമസ്കരിക്കുമ്പോൾ, നോമ്പ് നോക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഹൃദയ വിമലീകരണം എന്ന ലക്ഷ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെക്കുന്നു. ഓരോ തരത്തിലുള്ള, ഓരോ സ്വഭാവത്തിൽ നിന്നാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ നീ ഒരു വലിയ സമ്പന്നനായിരുന്നു, വലിയ ഭരണാധികാരിയായിരുന്നു, പക്ഷേ അവിടെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന പാവപ്പെട്ട മനുഷ്യരും അല്ലാത്തവരും എല്ലാം ഉള്ളടങ്ങുന്ന, പണക്കാരനും കുബേരനും കുചേലനും പണ്ഡിതനും പാമരനും എല്ലാവരും ഉള്ളടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു തുള്ളിയായി മാത്രം നിൽക്കുകയാണ്. അവിടെ ഒരു പ്രാധാന്യമില്ല. എന്ന് മാത്രമല്ല, അവിടെ ഒരു വലിയ സാഹോദര്യത്തിൻ്റെ വർത്തമാനമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ അറഫയിൽ നിന്നാണ് പുണ്യനബി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നതും അങ്ങനെ തന്നെയാണ്. ഈ ദിവസം, ഈ പരിശുദ്ധമായ ദിവസത്തെയും ഈ പരിശുദ്ധമായിട്ടുള്ള ഈ മാസത്തെയും കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒന്നൊരിക്കൽ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് ആ ചോദ്യം? ആ പരിശുദ്ധ അറഫയിൽ നിൽക്കുമ്പോഴാണ്. അന്നത്തെ പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ ഖുത്ബയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതബൻ നാസ യൗമൻ നഹർ. പെരുന്നാളിൻ്റെ ദിവസം നബിയുടെ അവസാനത്തെ ഹജ്ജ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖാല യാ അയ്യുഹന്നാസ് അയ്യു യൗമിൻ ഹാദാ, ഏതായി ദിവസം? ഫഖാലു യൗമുൻ ഹറാം, ഇത് വിശുദ്ധമാക്കപ്പെട്ട, നോമ്പ് ഹറാമാക്കപ്പെട്ട പരിശുദ്ധമായൊരു ദിവസമാണ്. ഖാല ഫഅയ്യു ബലദിൻ ഹാദാ, എന്നാൽ ഈ ബലദ്, ഈ രാജ്യം ഏതാണ്? ഖാലു ബലദുൻ ഹറാം, ഇത് മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ഹറമാണ്, പ്രദേശമാണ്. ഖാല ഫഅയ്യു ഷഹ്രിൻ ഹാദാ, ഇതേതാ ഈ മാസം? ഖാലു ഷഹ്റുൻ ഹറാം, ഇത് മുഹറം ഉൾക്കൊള്ളുന്ന പ്രത്യേകം പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ് എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ മറുപടി കൊടുത്തു. ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, നബിയെങ്ങാനും ഈ മാസത്തിനും ഈ ദിവസത്തിനും ഈ സ്ഥലത്തിനും മറ്റൊരു പേരെങ്ങാനും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത് എന്ന് സ്വഹാബാക്കൾ സന്ദേഹിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. അവരാ സന്ദേഹത്തോടു കൂടിയാണ് റസൂലുള്ളാഹിക്ക് മറുപടി കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം. ആ ചോദ്യവും ഉത്തരവും എന്തൊരു മനോഹരമായിട്ടുള്ളതാണ്. ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും, ഇത് മൂന്നുമാണല്ലോ ലോകത്ത് മനുഷ്യനെന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. എന്താണ്? മനുഷ്യത്വത്തെ ചവിട്ടിമെതിക്കുകയും കുഞ്ഞുങ്ങളെ തകർത്തു തരിപ്പണമാക്കുകയും സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന വിധം യുദ്ധത്തിൻ്റെയും പിടിച്ചടക്കലുകളുടെയും ആധിപത്യത്തിൻ്റെയും രൂക്ഷമായ രക്തച്ചൊരിച്ചിലിൻ്റെ കാലത്തു നിന്നാണ് 1400 കൊല്ലം മുമ്പുള്ള ഈ വർത്തമാനം കേൾക്കേണ്ടത്. ഇന്ന ദിമാക്കും, നിങ്ങളുടെ രക്തം, മനുഷ്യരക്തം, മരണമെത്തുന്ന നേരത്തിനു മുമ്പായി സ്വന്തം ശരീരത്തിൽ എൻ്റെ പേരെഴുതി വച്ചിട്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ എൻ്റെ ചിതറിത്തെറിച്ചു പോയ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് എൻ്റെ പേര് എന്നെ തിരിച്ചറിയിപ്പിക്കട്ടെ എന്ന് പറയുന്ന തരത്തിൽ ജീവിക്കുന്ന ഗസയിലെയും റഫയിലെയും കുഞ്ഞുമക്കളെ ഓർക്കുക. വല്ലാത്ത, ഇത്രമേൽ ദുസ്സഹവും ഇത്രമേൽ ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ലോകത്ത് വേറെ എവിടെയുമില്ല. മാനവരാശി കണ്ട ഏറ്റവും വലിയ യുദ്ധ കുറ്റകൃത്യം. എന്തിനാണാവോ ഈ UN എന്നൊക്കെ പറയുന്നതിനെയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. വെറുതെ ഒരു കോലം കെട്ടലെന്നതിനേക്കാളും അപ്പുറം ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ ഇത്ര അപഹാസ്യമായി നിൽക്കുന്ന മറ്റൊരു സമയവും ഉണ്ടായിട്ടില്ല. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ലോകത്തോട് വിളിച്ചു പറയാൻ, ഒക്ടോബർ 7 ശേഷം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ച പ്രസംഗം പോലും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കും. ഞാനത് പലപ്പോഴും ഉദ്ധരിച്ചു പോയതാണ്. ഗോ ടു അമാലേക്ക്, നിങ്ങൾ അമാലേക്കിൻ്റെ അടുക്കലേക്ക് പോകണം. ഡിസ്ട്രോയ് ദം ഓൾ എന്നാണ്, എല്ലാവരെയും നശിപ്പിക്കണം. എല്ലാവരെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തീർക്കല്ല ചെയ്തത്. അതിനെ വിശദീകരിക്കുന്നൊരു ബൈബിൾ വചനാണത്. ആ ബൈബിൾ വചനം അതുപോലെ തന്നെ ഉദ്ധരിക്കാൻ, എല്ലാവരെയും കൊന്നുകളയണമെന്ന് പറയുമ്പോൾ മെൻ, വിമൻ, ചിൽഡ്രൻ, ഇൻഫൻസ്, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊന്നേക്കണം എന്നാണ്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും. ഇങ്ങനൊരു പ്രയോഗം ബൈബിളിൽ മറ്റൊരു കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായുള്ളതാണ്. അമാലേക്ക് എന്ന് പറയുന്നത് പലസ്തീനിലെ ധിക്കാരികളായ ഒരു സമൂഹമാണ്. ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ, അതുപോലെ തന്നെ ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിൻ്റെ യാത്രയിൽ ഖുർആൻ അങ്ങനൊരു പ്രയോഗം എവിടെയും നടത്തി കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനൊരു പ്രയോഗം ബൈബിളിൽ കാണാനാവും. എക്സോഡസ്, പലായനം. ആ പലായനത്തിൻ്റെ ഭാഗമായി അതു സംബന്ധിച്ച് പറയുന്നിടത്ത് സാമൂവേൽ അധ്യായത്തിൻ്റെ 15:3 അങ്ങനെ ഒരു പ്രയോഗം കാണാനും. അതേ പ്രയോഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊന്നേക്കുക, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി കൊന്നേക്കുക. അതൊക്കെ പറയുമ്പോഴാണ് ഈ പ്രയോഗത്തിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ദിമാക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്തം, വഅംവാലക്കും വഅറാലക്കും, നിങ്ങളുടെ അഭിമാനം പ്രധാനമാണ്. മനുഷ്യാഭിമാനത്തിനു നേരെയാണ് ഇപ്പോൾ
ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും മനുഷ്യാഭിമാനത്തിനു നേരെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർ, ഭീകരവാദികൾ, പ്രസവിച്ച് കൂട്ടുന്നവർ എന്നൊക്കെ പ്രയോഗങ്ങളാണ് മുസ്ലിങ്ങളെ നേരെ നോക്കി പറയുന്നത്. UN എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുമ്പോൾ 1948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രയാമ്പിളിൽ ഇങ്ങനെ കുറിച്ചു വെക്കുന്നുണ്ട്, വെറസ് റെക്കഗ്നിഷൻ ഓഫ് ദ ഇൻഹറന്റ് ഡിഗ്നിറ്റി. അതാണ് ഈ അഭിമാനം, ഇൻഹറന്റ് ഡിഗ്നിറ്റി. അവന് കിട്ടുന്ന അവൻ്റെ പാരമ്പര്യമായി അവന് ആന്തരികമായി ലഭ്യമാകുന്ന അവൻ്റെ ഡിഗ്നിറ്റി, ആൻഡ് ഓഫ് ദ ഈക്വൽ ആൻഡ് ഇൻഎലീനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ഫാമിലി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദ വേൾഡ് എന്നാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിൻ്റെയും നീതിയുടെയും ആണിക്കല്ല്, അതിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത് മനുഷ്യാഭിമാനത്തിലാണെന്നാണ്. മനുഷ്യാഭിമാനം അവന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നീതി അതാണ്. ആ നീതിയെക്കുറിച്ചാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് പ്രധാനമാണ്. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ഈ ജീവിതവും എല്ലാം നിങ്ങളുടെ സമ്പത്തും പ്രധാനമാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ഷഹരിക്കും ഹാദാ. ഈ ദിവസം പോലെ, ഈ ഷഹർ, ഈ മാസം പോലെ, ഈ പട്ടണം, ഈ പരിശുദ്ധമായ ദേശം പോലെ, ആ ദേശത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. അത് അമ്നുള്ള പ്രദേശമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പിതൃവ്യനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആ ഇങ്ങനെയാണ്, ഈ പരിശുദ്ധ പ്രദേശത്തെ അള്ളാഹുവെ നീ ആമിനാക്കണേ എന്നാണ്. ഇവിടെ അമ്നുള്ള ഒരു പ്രദേശമാക്കണേ എന്നാണ്. ഖുർആനും അത് തന്നെ പറഞ്ഞു, വമൻ ദഖലഹു കാന ആമിന എന്നാണ്. ഈ പരിശുദ്ധ പ്രദേശത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അയാൾ ആമീൻ, അയാൾ നിർഭയനാണ്. അവിടെയൊക്കെ തഫ്സീറുകളിൽ കാണാനാകും, ആ നിർഭയത്വം ഭൂമിയിലെ മാത്രം നിർഭയത്തല്ല. അവിടേക്ക് ഒരാൾ വന്ന് അയാളെ ഇനിയൊരു പ്രതികാര എടുക്കേണ്ട ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ ഒന്നും ചെയ്യാനാവില്ല. കാരണം ഹറമിൽ പ്രവേശിച്ച ഒരാളൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയുള്ള പുൽത്തകിടികളിൽ അവിടുത്തെ പുല്ലുകൾ പറിച്ചെടുക്കാൻ കഴിയില്ല. അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നിർഭയത്വമുള്ള ഒരു സ്ഥലം. അവിടെ പ്രവേശിച്ചയാൾ നാളെ ആഖിറത്തിലും നിർഭയനാകും എന്നാണ് അതിനർത്ഥം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതായത് നരകത്തിൽ നിന്നും അയാൾ നിർഭയനായിരിക്കും എന്നർത്ഥം. അത്ര വിശുദ്ധമായൊരു മണ്ണാണ് മക്ക. അവിടേക്കാണ് ഈ മുഅ്മിനീങ്ങളെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതായത് ഹജ്ജിന് പോകുന്ന സഹോദരന്മാർ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. മൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വലില്ലാഹി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. യാത്രക്ക് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള യാത്രാ സജ്ജീകരണങ്ങൾ, യാത്രാ ചിലവുകൾ, ശാരീരികമായ അവൻ്റെ ആരോഗ്യം, അതോടൊപ്പം തന്നെ മറ്റു യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം ലഭ്യമായ ആളാണ് ഈ പറയപ്പെടുന്ന വിധത്തിൽ സബീൽ, വഴിയിൽ എല്ലാ നിലക്കുമുള്ള നിർഭയത്വമുള്ളയാൾ. നാളെ വന്നിട്ട് എൻ്റെ കച്ചവടം ശരിയാവുമെന്ന് ചിന്തിക്കേണ്ടെന്നാണ്. പിന്നെ അങ്ങനെ ഒരു ഭാവിയിൽ എന്തെങ്കിലും നടക്കുമോ നടക്കൂല എന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കേണ്ടതില്ല. ഇത്രയേ ഉള്ളൂ, അയാൾ യാത്ര ചെയ്ത് തിരിച്ചു വന്ന സമയം അത്രയും അയാളുടെ യാത്രക്കും തിരിച്ചു വരാനുമുള്ള അയാളുടെ ചെലവ്, മറ്റു കടങ്ങളില്ലാതിരിക്കുക, കുടുംബത്തിന് വീടുണ്ടാവുക, വീടില്ലെങ്കിൽ പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ വാടകയ്ക്കുള്ള കാശുണ്ടാവുക. അപ്പോൾ വാടകക്കാരനും പോകാമെന്നർത്ഥം. ഒരു വീടുണ്ടെങ്കിൽ അതൊക്കെ മതി. നമ്മളങ്ങനെയല്ല, കോടികളുടെ ടേൺ ഓവർ ഉണ്ടെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ ഇല്ലയെന്നാണ്. അതുമാത്രം പോരാ, കോടികളുടെ ടേൺ ഓവർ മാത്രം പോരാ, പിന്നെ ഉണ്ടാവേണ്ടത് എന്താണെന്നോ, പ്രായം കുറച്ചുകൂടി ആവണം. ഒരു 60 വയസ്സൊക്കെ ആയി എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ പോയി തുടങ്ങുമ്പോഴാണ് എന്നാൽ പിന്നെ നമുക്കൊരു ഹജ്ജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എണീക്കാൻ പറ്റാത്ത ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയാലുള്ള ഗതികേട് എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പോയപ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം അത് നിരന്തരമായ യാത്രയാണ്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്, മിനയിലേക്ക്, അവിടെയൊക്കെ ഒരു മനുഷ്യ സഞ്ചയത്തിൻ്റെ ഒരു വലിയ കടൽ രൂപീകരിക്കപ്പെടാണ്. ആ കടലിൽ ഒരു തുള്ളി മാത്രമാണ്. അപ്പോൾ ആ വഴിയെയുള്ള യാത്രയുടെ വലിയ ക്ലേശങ്ങളുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ ഇടക്ക് പറഞ്ഞു പോകും, ഇത്ര ക്ലേശം സഹിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്നാൽ പിന്നെ അതോടെ അവസാനിച്ചു ആ പണി.
അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത വിധം ജീവിതത്തിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന സമയം അയാൾക്കത് നിർബന്ധമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ കഫറ എന്നാണ്. വമൻ കഫറ ഫ ഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ എന്നാണ്. വമൻ കഫറ എന്ന പ്രയോഗം എന്തിനാ അവിടെ ഉപയോഗിച്ചത്? ഒരാൾ കാഫിറായാൽ എന്താണ് കാഫിറാവുക? അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഈ പ്രക്രിയയുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ സാഹചര്യങ്ങൾ ലഭിക്കുന്ന ഒരാൾ അത് ചെയ്യാതെ പോയാൽ അയാൾ ആ തരത്തിൽ വിശ്വാസിയല്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വമൻ കഫറ എന്ന പ്രയോഗം നടത്തിയത്. അതുകൊണ്ട് ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് ഒരാൾക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ലഭ്യമായി, അതിനുള്ള വിശാലത അയാൾക്കുണ്ടായിരുന്നു, എന്നിട്ട് ആ വിശാലതയോടുകൂടെ അയാൾ ഹജ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ, എന്നിട്ട് അയാൾ മരിച്ചു പോയാൽ അയാളുടെ മരണം ഈമാനികമായിട്ടുള്ള ബോധത്തിലുള്ള മരണമായിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇൻ യശ ഫൽയമുത് ഇൻ കാന ഫൽയമുത് ഇൻ ഷാ യഹൂദിയൻ ഔ നസ്റാനിയൻ എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസത്തിലോ ഏതെങ്കിലും തരത്തിലോ മരിച്ചു പോയിക്കൊള്ളട്ടെ, അയാൾക്ക് മുസ്ലിമായി മരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇന്ന ആളുകൾക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ആ റിസർവ് ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ ഒരുപാട് കോടികൾ വേണം എന്നൊരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാവുന്ന സൗകര്യങ്ങളെല്ലാം ലഭ്യമായ ഒരു വാപ്പ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു ഉമ്മ മരിച്ചു പോയാൽ അവരുടെ സ്വത്തുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി ആദു തീർക്കലാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജു ചെയ്യലാണ്. വജബൽ ഇഹ്ജാജു അൻഹു എന്നാണ്. ആ മരിച്ചുപോയ വ്യക്തിയെ തൊട്ടുള്ള ഹജ്ജു ചെയ്യിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നിർബന്ധമാവും. എന്നിട്ടേ ആ അനന്തരാവകാശ സ്വത്തുമ്മ തൊടാൻ കഴിയും. വാരി വലിച്ച് തിന്നാൻ വേണ്ടി അനന്തരാവകാശ സ്വത്ത് ഇങ്ങനെ വാപ്പ മരിക്കാൻ വേണ്ടി കാത്തുന്ന പോലെ എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി ആ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് ഭാഗിക്കേണ്ടതിൻ്റെ തുടക്കം ഏതാണ് ഭാഗിക്കേണ്ടതെന്നോ, വാപ്പയുടെ മറ്റു ചില ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതയോടൊപ്പം തന്നെ വാപ്പ ഹജ്ജു ചെയ്യാനാകുന്ന ഒരവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് വാപ്പ മരിച്ചു പോയതെങ്കിൽ അയാൾക്ക് നിർബന്ധമായിരുന്ന ഹജ്ജ് ഈ മക്കൾക്ക് സാധ്യമാകുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾ നേരത്തെ ഹജ്ജു ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഹജ്ജു ചെയ്തിട്ടുള്ള നിർബന്ധമായ തൻ്റെ ഹജ്ജിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ള ഒരു സത്യവിശ്വാസിയെ ഏൽപ്പിച്ചുകൊണ്ടോ ആ കാര്യം ചെയ്യാതെ പിതാവിൻ്റെ അനന്തരാവകാശ സ്വത്തുമ്മ തൊടാൻ ഒരു അനന്തരാവകാശിയായ ആർക്കും അർഹത അള്ളാഹു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയിട്ട് ഒരു സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ ഹജ്ജ് നേർച്ചയാക്കിയിരുന്നു. അവരങ്ങനെ ഹജ്ജു ചെയ്യാൻ വേണ്ടി അവർ നേർച്ചയാക്കിയിരുന്നു. എൻ്റെ മാതാവ് നേർച്ചയാക്കിയിരുന്നു ലി തഹുജ്ജ, അങ്ങനെ ഹജ്ജു ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി. പക്ഷേ അവർക്ക് ഹജ്ജു ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെ മരിച്ചുപോയി. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഹുജ്ജി അൻഹ, അവർക്ക് വേണ്ടി നീ ഹജ്ജു ചെയ്യണം. ഹജ്ജു ചെയ്യണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉമ്മാക്ക് മറ്റെന്തെങ്കിലും കടമുണ്ടെങ്കിൽ നീ വീട്ടൂലേ, അതുപോലെയാണ് ഹജ്ജ് ഒരു ബാധ്യതയാണ് ഉമ്മാടെ, അതുകൊണ്ട് ആ ഹജ്ജ് നീ തന്നെ നിർവഹിക്കണം എന്ന് പറയുമ്പോൾ ആ നീ അനന്തരാവകാശിയാണ്, മക്കളാണ്, അങ്ങനെ ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ എല്ലാവർക്കും, അതായത് അങ്ങനെ ബാധ്യതയെ ഏൽപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വമൻ കഫറ, ആരെങ്കിലും അത് ലഭ്യമാകാവുന്ന സാഹചര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ സാധ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് അത് ചെയ്യാതെ പോയാൽ അവൻ കാഫിർ എന്നുള്ള വിളി ആ രീതിയിൽ എല്ലാവരും കാഫിറാണെന്ന് പറയുന്ന ഒരു കർമ്മശാസ്ത്രപരമായ അർത്ഥത്തിലുള്ള ഒരു വർത്താനമല്ല. പക്ഷേ അത്ര ഗൗരവം അതിനുണ്ടെന്നർത്ഥം, അത്ര ഗൗരവം അതിനുണ്ട്. അത് നമ്മുടെ ഈമാൻ സലാമത്താകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ വളരെ വലിയ ഭീഷണിയാണ് എന്നർത്ഥം. അത്രയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യത്തെ എപ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്, അപ്പോൾ കിട്ടാൻ വേണ്ടി ദ്വാരക്കേണ്ടവരാണ്. അത് വല്ലാതെ ഒരു സാർവലൗകികമായ ഒരു മാനവിക ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അതങ്ങനെ അറഫയിലൂടെയും മിനയിലൂടെയും മുസ്ദലിഫയിലൂടെയും ഇങ്ങനെ ഓടുമ്പോൾ
എല്ലാം ഓർക്കാണ്, എല്ലാ ഓർമ്മകളിലേക്കും പോകാണ്. ലോകത്തെന്നോ ഏതോ ഒരു കാലത്ത് ജീവിച്ചു പോയ ഒരു മഹിളാമണിയുടെ ജീവിതത്തെ അതേപോലെ ആവിഷ്കരിക്കാതെ ഒരു സത്യവിശ്വാസി എവിടുന്നാ ഹജ്ജ് ചെയ്യുക? ഹാജറ റളിയല്ലാഹു തആല അൻഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കുഞ്ഞിനെയും ഇതുപോലെ ഈ മഹിളാമണിയെയും കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്നിലൂടെ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇവിടെ എന്നെയും ഈ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോകുമ്പോൾ അങ്ങനെ ഒരു യാത്രക്ക്, യാ ഇബ്രാഹിം അയിന തദ്ഹബ്, ഇബ്രാഹിം എങ്ങോട്ടാ പോണത്? വതത്റുകുനാ ബിഹാദൽ വാദില്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈ, ഒരു മനുഷ്യനോ ഒരു ജീവനോ ഇല്ലാത്ത ഈ മരുക്കാട്ടിൽ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാനാണോ ഉദ്ദേശം? അപ്പൊ തിരിഞ്ഞു നോക്കാൻ ഫഖാലത്ത് ലഹു ദാലിക മിറാറൻ, പലവട്ടം ചോദിച്ചു എന്നാണ് ഹാജറ ബീവി. തിരിഞ്ഞു നോക്കിയില്ല ഇബ്രാഹിം നബി. എന്താ തിരിഞ്ഞു നോക്കാതിരുന്നത്? തിരിഞ്ഞു നോക്കി അത് പറയാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം. വജഅല ലാ യൽതഫിതു ഇലൈഹ, അവരുടെ അടുക്കലേക്ക് ഒരു അഭിമുഖം നിന്നിട്ട് പറയാൻ ആവുമായിരുന്നില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജറ വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക്, താങ്കളോട് അള്ളാഹു ആണോ കൽപ്പിച്ചത് ഈ വിഷയം? അപ്പോൾ ഇബ്രാഹിം നബി തിരിയാതെ നിന്ന് തന്നെ പറഞ്ഞു, നഅം. വല്ലാത്തൊരു വർത്താനായിരിക്കും അത്. നഅം, ഭൂമി കേട്ട, ചരിത്രം കേട്ട, കാലം കേട്ട വല്ലാത്തൊരു മൗനത്തിൻ്റെ ഒരു ഭഞ്ജനമായിരിക്കണം അത്. നഅം, അതെ അതെ ഹാജറ, ഈ മരുക്കാട്ടിൽ നീയും കുഞ്ഞും താമസിക്കണമെന്നത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന കേട്ടാൽ ഖാലത്ത് ഇദല്ല യുളയ്യുനാ, എന്നാ പിന്നെ ഒരു വിഷമമില്ല, കാരണം അത് അല്ലാഹുവിൻ്റെ കൽപ്പനയല്ലേ. ഞങ്ങളെ അല്ലാഹു പാഴാക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം അങ്ങ് തിരിഞ്ഞു നടന്നോളൂ എന്ന് സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ സംസം ഉറവ പൊട്ടിയ ആ പ്രദേശത്ത് വച്ചിട്ട് കുഞ്ഞിന് വെള്ളം കൊടുക്കാനുള്ള ആകപ്പാടെ ഉണ്ടായിരുന്ന പാനപാത്രവും വറ്റി കണ്ടപ്പോൾ, തൻ്റെ സ്തനകുംഭവും വറ്റിപ്പോയപ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത ആ മഹിളാമണി രണ്ട് കുന്നുകൾക്കിടയിലൂടെ നടന്ന ഓട്ടത്തിൻ്റെ അതേ ഓട്ടം, അതേ ബേജാറോടുകൂടെയുള്ള ഓട്ടം ഒരു വിശ്വാസി ചരിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം പോലെ നടത്തിയാൽ മാത്രമേ അയാൾക്ക് ഹജ്ജ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വച്ചത്, ഇതെല്ലാം ഒരു നവീകരണമാണ്. മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും കൊണ്ടുപോയി കഴുകാൻ പറ്റിയ ഒരു യാത്രയുടെ നവീകരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് നല്ല നിലക്ക് ചെയ്തു പോരണേ. കാരണം പാപബോധങ്ങളോ ലൈംഗിക ചിന്തയോ തർക്കങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വിധം ഹജ്ജ് ചെയ്ത ഒരാൾ തിരിച്ചു വരാണെങ്കിൽ റജഅക യൗമ വലദത്തുഹു ഉമ്മുഹു എന്നാണ്. നവജാത ശിശുവിൻ്റെ നിഷ്കളങ്കതയും നവജാത ശിശുവിൻ്റെ വശ്യമായ പുഞ്ചിരിയും എത്രമേൽ ഈ പ്രപഞ്ചത്തിന് മനോഹരമാണോ അത്രമേൽ ഈ പ്രപഞ്ചത്തിന് മനോഹരമായിരിക്കും ഒരു വിശ്വാസി ആ അർത്ഥത്തിൽ ഹൃദയ നിർമ്മലത കൊണ്ട് തിരിച്ചു വരാണെങ്കിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നൽകട്ടെ. ഇവിടെയും ഇരിക്കുന്ന പലരും ഹജ്ജ് ചെയ്യാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇത് തന്നെ പറഞ്ഞത്. അല്ലാഹു ഹജ്ജിന് ഉംറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അന്ത്യവിശ്രമസ്ഥാനമായ റൗളത്തു ഷരീഫയുടെ മുമ്പിലെത്തുമ്പോൾ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി തിരുമേനിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രകാരം വല്ലാത്ത അച്ചടക്കത്തിൻ്റെയും ആദരവിൻ്റെയും പ്രണയത്തിൻ്റെ, ഹൃദയം മുഴുവനും പ്രണയം കൊണ്ട് പൂരിതമായി നിൽക്കേണ്ട മുഹമ്മദ് മുസ്തഫയുടെ സവിധം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മദീന. ഒരുപാട് പറയാനുള്ള സ്ഥലമാണ് മദീന. മദീന ജീവിതത്തിൻ്റെ വല്ലാത്ത മോഹമായിരിക്കണം. മദീന പ്രണയമാകണം. മദീനയുടെ ഏതോ ഒരു കാറ്റ് എവിടെന്നോ വരുന്നു എന്ന് കാണുമ്പോൾ അലക്സാണ്ടറിയയുടെ തെരുവിലൂടെ നടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പാട്ടാണ് ലോകപ്രശസ്തമായത്. അമിൻ തദക്കുരി ജീറാനിം ബിദീ സലമിൻ മസദ് തദം അൻജറാമിൻ മുഖ്ലത്തിൻ ബിദമി. ദൂസലമിലെ അയൽക്കാരൻ്റെ ഓർമ്മ വരുമ്പോഴേക്കും കൺകോളുകളിൽ ചിതറിത്തെറിച്ചു പോകുന്ന ഈ കണ്ണുനീരിനു പകരം അത്
ഉതിർന്നു വീണ് പിന്നെ ആ പ്രവാഹാനന്തരം നിന്റെ കൺകോളുകൾ മുഴുക്കെ രക്തം പൊടിഞ്ഞുവോ എന്ന ചോദ്യം ഇമാം ബുസൂരി റഹ്മഹുല്ലാ, ഇമാം ബുസീരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ചോദിക്കുന്ന ചോദ്യം, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഓർക്കാൻ കഴിയണം. ആ ഇളങ്കാറ്റടിക്കുമ്പോൾ മദീനയിലെ ഇളങ്കാറ്റിനുണ്ടാകുന്ന പ്രണയത്തിൻ്റെ സൗന്ദര്യം ഹൃദയം കൊണ്ട് ഇങ്ങനെ ആവാഹിച്ചിട്ട് പറയണം, നബിയെ അങ്ങയെ പ്രണയിക്കുന്നു. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർഖനി, ഉറങ്ങാനാവാത്ത വിധം പ്രണയമാണ് അങ്ങയോട് എന്ന് പറയാൻ കഴിയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഹൃദയത്തെ വിമലീകരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റഹ്മത്തും റാഹത്തും ചെയ്തു തന്ന് ആ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ. അറഫയിലൊക്കെ നിൽക്കുമ്പോൾ ഹാജിമാരെ, ഈ ഉമ്മത്തിനെ, ഈ സമുദായത്തെ ഓർക്കണം. ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഗസയുടെ രോദനവും ആർത്തനാദവും ഓർക്കണം. ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ ഓർക്കണം. രാജ്യത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സമുദായത്തിന് കൂടി അഭിമാനമുണ്ടാകണമേ എന്നോർക്കണം. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, അസാസിലെ വിദ്യാർത്ഥികളുടെ പഠന ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്ത, ഇനിയും ചെലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സഹായിക്കുന്ന സഹോദരന്മാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നനഞ്ഞ കണ്ണുകളുടെ, നനഞ്ഞു പോയ ഹൃദയങ്ങളുടെ മുമ്പിൽ നാഥ ആ സഹോദരന്മാർക്ക് നീ നന്മ ചെയ്യണേ റബ്ബേ. അതിലേക്ക് എല്ലാ മാസവും തന്നെ ചെയ്യുന്ന ചില പ്രത്യേകം സഹായങ്ങൾ ഞാൻ പ്രത്യേകം ഓർത്തുകൊണ്ട് പറയാൻ, അവരുടെ മക്കൾക്ക്, അവരുടെ ജീവിതത്തിനെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനെ, ഈ സഹായങ്ങളെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ കുഞ്ഞിന് ഉണ്ടായിട്ടുള്ള രോഗങ്ങളെല്ലാം നീ ശിഫാ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ സഹായങ്ങളെ, ഈ സ്വതക്കകളെ നിരന്തരം മനുഷ്യരെ മുഴുവനും അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക് തഹ്വീലൈ, നിൻ്റെ വിശുദ്ധ ഗേഹത്തിലേക്ക് ആളുകളുടെ മനസ്സടുപ്പിക്കണേന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരുന്ന പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകളുടെ മനസ്സടുപ്പിച്ചു തരണേ അല്ലാഹ്. ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, അവർക്ക് വളരാൻ അവരുടെ ആകാശം നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. MICയുടെ മാനേജറുടെ ഭാര്യയുടെ രോഗശമനം, അല്ലാഹുവേ റബ്ബേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നീ രോഗശമനം നൽകണേ തമ്പുരാനെ. അതുപോലെ വളരെ പ്രധാനമായും എല്ലാ മാസത്തിലും പറയാറുള്ളത് പോലെ ഇവിടെ രോഗികളായ ആളുകൾക്കുള്ളൊരു ചികിത്സാ സഹായ ഫണ്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് അത് പ്രത്യേകം ഓർക്കണം, കൊടുക്കണം. അലിവ് എന്ന പേരിലുള്ള പദ്ധതിക്ക് നിങ്ങളുടെ സഹായമാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.